സിനിമാ നടൻ ജയൻ എൻ്റെ അച്ഛനാന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ രംഗത്ത് വരെ ഉണ്ടായി. ആൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജയൻ എൻ്റെ അച്ഛനാണ്. അതുപോലെ തന്നെ അച്ഛന് ജയൻ്റെ വീട്ടിൽ നിൽക്കുമ്പോൾ അവരമ്മ അവിടെ ജോലിക്കാരിയാണെന്നു. അങ്ങനെയാണ് ഗർഭമുണ്ടായത്. അങ്ങനെയാണ് ജയൻ്റെ മകനാന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ ഇവിടെ നടക്കുന്നുണ്ട്. ഇപ്പോൾ അതെ MGRും ജയലളിതയും എൻ്റെ അമ്മയാണ്, MGR എൻ്റെ അച്ഛനാണെന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്യാനായിട്ട് തൃശ്ശൂർക്കാരിയായ കാട്ടൂർ താമസിക്കുന്ന ഒരു സ്ത്രീ വന്നിരിക്കുന്നു. ഇതിപ്പോൾ ജയലളിതനെ കൊന്നതാണെന്ന് കൂടി ആ സ്ത്രീ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളൊക്കെ ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് ഈ കേൾക്കുന്നത്. അപ്പോൾ എന്താണ് നടന്നത്, എന്താണ് ഉണ്ടായത് എന്ന് ഈ സ്ത്രീ ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെയുള്ള കേസുകളൊക്കെ നമ്മൾ വരുമ്പോൾ ജയലളിതയുടെ DNA ഉണ്ടാവും, MGR DNA ഉണ്ടാവും. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ മകളാണോ എന്നുള്ളത് അറിയാനായിട്ട് നിഷ്പ്രയാസം കോടതിക്കും മറ്റുള്ള കാര്യങ്ങൾക്കും അതിനുള്ള സാങ്കേതിക വിദ്യയൊക്കെ ഇവിടെയുണ്ട്. എന്നിരുന്നാലും ജയലളിതനെ കൊന്നതാണ്, ശശികല കൊന്നതാണെന്ന് പറയുമ്പോൾ കാര്യത്തിൻ്റെ ഗൗരവം വളരെ 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 കൂടുതലാണ്. തമിഴ്നാട്ടിൽ ചിലപ്പോൾ ഒരു കോളിളക്കം തന്നെ ഉണ്ടാക്കാനായിട്ട് ഈ ഒരു സ്ത്രീയുടെ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഈ ഒരു സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്തത് ചിലപ്പോൾ ഉപകരിക്കും. എന്നിരുന്നാലും നമുക്ക് ഈ സ്ത്രീ പറയുന്നത്, മീഡിയയോട് ഈ സ്ത്രീ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ വീണ്ടും സംസാരിക്കാം. ഞാൻ പോയസ് ഗാർഡനിൽ വീട്ടിലെത്തുമ്പോൾ എൻ്റെ അമ്മ മരിച്ചു കിടക്കണ മാതിരിയാണ് എനിക്ക് തോന്നിയത്. ഞാൻ ഓളിയിടാൻ നിലവിളിക്കാൻ ശ്രമിച്ചപ്പോൾ എൻ്റെ വായ ഒന്ന് പൊത്തി സീപ്പർ. അങ്ങനെ എന്നോട് പുറത്തേക്ക് പോകാൻ പറഞ്ഞു. ഞാൻ പോയി. അപ്പം അമ്മയുടെ കൂടെ അവിടെ അമ്മയുടെ ബോഡി ഗാർഡ്സും കുറച്ച് പേര് നിന്നിരുന്നു. പക്ഷെ ഈ ഇവരെന്നെ കണ്ടില്ല. എല്ലാവരും അമ്മേനെ ചുറ്റും നിൽക്കുന്നുണ്ട്. അമ്മ താഴെ കിടക്കണം. അമ്മയുടെ മുഖത്ത് കാലുകൊണ്ട് ശശികലാറ്റി ചവിട്ടുന്നു. അപ്പോൾ ഞാൻ പുറത്തേക്ക് പോയി. പിന്നെ ഞാൻ എന്നോട് പൊക്കോളാൻ പറഞ്ഞു. എത്ര കാലമായി നിങ്ങൾ കേരളത്തിൽ താമസിക്കുന്നു? കേരളത്തിൽ ഞാൻ ഒരുപാട് വർഷം. ജയലളിതയുടെ മകളാണെന്ന് പറഞ്ഞു. പിന്നെ അവിടെ കേരളത്തിലേക്ക് എങ്ങനെ പോകുന്നത്? അതായത് കേരളത്തിലേക്കാണ്. ഞാൻ തമിഴ്നാട്ടിലേക്കല്ല പോയിരുന്നത്. അതിനുശേഷം ജനിക്കുന്നത് എവിടെയാണ്? ജനിച്ചത് ഞാൻ MGR ആണ്. MGRന്റെ വീട്ടിൽ നിന്നിരുന്ന സർവൻ്റാണ് മാധവൻ, എൻ്റെ വളർത്തച്ഛൻ. ആൾ മുഖാന്തരമാണ് ഞാൻ കേരളത്തിലെത്തുന്നത്. അത് 2 മാസം പ്രായമുള്ളപ്പോഴാണ് അതുകൊണ്ടാണ് ഞാൻ എത്തുന്നത്. തൃശ്ശൂരിൽ എവിടെയാണ് സ്ഥിരതാമസം ഉണ്ടായിരുന്നത്? സ്ഥിരതാമസം കാട്ടൂർ. ഇതിനു മുൻപ് ഏകദേശം 8-9 കൊല്ലമായി ഇതിനു മുൻപൊന്നും ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചിട്ടില്ല. എന്താണ് അതിന് കാരണം? എന്നെ പേടിച്ചിട്ട് സാറേ. എന്ന് വെച്ചാൽ എൻ്റെ അമ്മ മുഖ്യമന്ത്രി ആയിരിക്കും കൊല്ലപ്പെട്ടത്. അമ്മേനെ കൊന്ന ഒരാൾക്ക് സാധാരണക്കാരെ തന്നെ എന്ത് ചെയ്യാം? നിങ്ങൾ നേരിട്ട് കണ്ടു എന്നാണ് പറയുന്നത് ജയലളിത. പക്ഷേ അപ്പോഴും പിന്നീട് നിങ്ങൾക്കെതിരെ ഒരു നീക്കമോ ഒരു വധഭീഷണിയോ അല്ലെങ്കിൽ ഒരു ശ്രമം പോലും ഉണ്ടായിട്ടില്ല? അവിടെ നിന്ന് ഒളിവിൽ നമ്മൾ പോയി ഒളിച്ചിരിക്കുകയായിരുന്നു. ഇത്രയും കൊല്ലം ഒളിവിലായിരുന്നു? ഒളിവിലായിരുന്നു. ഇപ്പോൾ ഇത്തരത്തിലൊരു പരാതി നൽകാനായിട്ടുള്ള കാരണം? ഇപ്പോൾ ഇത്തരത്തിലൊരു പരാതി നൽകാൻ കാരണം ഞാൻ HRDSന്റെ സ്വാമിജിയെ കാണാൻ വന്നതാണ്. സ്വാമിജി അവിടെ ഉണ്ടായിരുന്നില്ല. എനിക്ക് ഉറക്കം നഷ്ടപ്പെട്ടിട്ട് ഒരുപാട് വർഷങ്ങളായി. എൻ്റെ അമ്മനെ കൊല്ലണ കാഴ്ച നമ്മൾ നേരിട്ട് കണ്ടതുകൊണ്ട് പിന്നെ നമുക്ക് പകരം ഓരോരുത്തരും ഇങ്ങനെ വരികയാണല്ലോ. അങ്ങനെ ഞാൻ സ്വാമിജിനെ കാണാൻ വന്നപ്പോൾ കണ്ടില്ല. സെക്രട്ടറിനെ കണ്ടത് അജികൃഷ്ണ സാറിനെ കണ്ടു. ആളാണ് എനിക്ക് എൻ്റെ മോട്ടിവേഷൻ തന്നത്. എന്നോട് പറഞ്ഞു, ഒരു മകൾ എന്ന നിലയിൽ നിങ്ങൾ എന്തുകൊണ്ട് ഇത് മൂടി വെച്ചു? ഇത് സമൂഹത്തോട് വിളിച്ചു പറയണം. പിന്നെ പ്രധാനമന്ത്രി മോദി സാറ് എൻ്റെ അമ്മയുടെ നല്ലൊരു ഫ്രണ്ടായിരുന്നു. മോദിജി എനിക്ക് നീതി പേടിച്ചത്. ആരൊക്കെയാണ് ഉത്തരവാദികൾ പറഞ്ഞത് മരണത്തിൽ? അതിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ കേട്ടല്ലോ, MGRനും ജയലളിതയ്ക്കും കൂടി ഒരു മകളുണ്ടാവുക അല്ലെങ്കിൽ ഒരു മകനുണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പരം സന്തോഷം നമ്മൾക്ക് ആർക്കും എന്താ ഉള്ളത്? MGR ഒന്നുമില്ലെങ്കിൽ മലയാളിയാണ്. അതുപോലെ തന്നെ MGRന് ഒരു കുട്ടി ഉണ്ടായി കാണാൻ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചു. അതുപോലെ ജയലളിത കല്യാണം കഴിച്ച് ഒരു കുട്ടി ഉണ്ടാവാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ജയലളിത മറച്ചു വെച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജയലളിതയ്ക്ക് ഇമേജ് പോകും എന്നുള്ള നിലയിലാണ് ഈ കുട്ടീനെ മറച്ചു വെച്ചത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ത്രീ പറയുന്നുണ്ട്, എന്നെ അവിടെ പോവാറുണ്ട്, അതുപോലെ തന്നെ ജയലളിതയുടെ വീട്ടിൽ പോവാറുണ്ട്, ജയലളിത എല്ലാ സഹായങ്ങളും ചെയ്തു തരാറുണ്ട്. പിന്നെ MGRനെ കണ്ടിട്ടുണ്ടോ ചോദിച്ചപ്പോൾ MGRനെ കണ്ടിട്ടില്ല, ചെറുപ്പത്തിലെ അച്ഛൻ മരിച്ചു എന്ന് പറയുന്നുണ്ട്.
അപ്പോൾ ജയലളിതയ്ക്ക് ഇങ്ങനൊരു മകളുള്ള കാര്യം അറിയാം. ജയലളിത ആ മകളുള്ള കാര്യം മറച്ചു വെച്ചു. അതാണ് ഇപ്പോൾ പറയണത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. അതുപോലെ തന്നെ MGR ഉണ്ടായതാണ്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് അത് ആ സമയത്ത് പറയാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒരു ആരോപണമായിട്ട് മുന്നോട്ട് വരുമ്പോൾ എന്തെങ്കിലും തെളിവുകളില്ലാണ്ട് ആരും വരില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ത്രീനെ കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നണത് വെച്ചിട്ടുണ്ടെങ്കിൽ ജയലളിതയുടെ ഒരു ഫേസ് കട്ട് ഉണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ജയലളിതയുടെ വലിയൊരു മുഖമാണല്ലോ, അതേപോലെ ഒരു വലിയൊരു ഫേസ് കട്ട് നമുക്ക് ഈ സ്ത്രീയിൽ കാണുന്നുണ്ട്. ഇത് എത്രത്തോളം സത്യമുണ്ട് എന്നാന്നുള്ളതൊക്കെ ഇനി സുപ്രീം കോടതി തീരുമാനിക്കട്ടെ. ജയലളിതയ്ക്കും അതുപോലെ തന്നെ MGR ഒരു മകളുള്ളത് നമുക്കെല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ്. അത് തൃശ്ശൂർകാരിയായി ഇവിടെ കാട്ടൂർ ജീവിക്കുന്ന കാര്യം നമുക്കറിയില്ല. ഇത് പറഞ്ഞപ്പോഴാണ് നമുക്ക് അറിയണത്. എന്തായാലും ബാക്കി കാര്യങ്ങളെല്ലാം നമ്മുടെ ബഹുമാനപ്പെട്ട കോടതി തീരുമാനിക്കട്ടെ. ഏതാണ് തെറ്റ്, ഏതാണ് ശരി. ഇനിയിപ്പോൾ ജയലളിതയെ കൊന്നതാണോ എന്നുള്ളതും കൂടി ഇതിൻ്റെ മുകളിലൊരു അന്വേഷണം വന്ന് അതും തെളിയിക്കേണ്ട കാര്യം തന്നെയാണ്. പോരാത്തതിന് ജയലളിത എന്ന് പറഞ്ഞൊരു വ്യക്തിയല്ല, അതൊരു വികാരമാണ്. തമിഴ്നാട്ടിലുള്ളവർക്കും കേരളത്തിലുള്ളവർക്കും ഇന്ത്യയിലുള്ളവർക്കും എല്ലാവർക്കും ജയലളിതനെ അത്ര ഇഷ്ടമുള്ള ഒരു നേതാവാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാം തെളിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.